നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. തീരെ ബോറടിപ്പിച്ചിട്ടില്ല, തീരെ ലാഗില്ലായിരുന്നു. ജോഗ്രഫി ഒക്കെ ബേസ് നല്ല അടിപൊളിയാക്കിയിട്ടാണ്. അതിന്റെ മേലെയാണ് മറ്റുള്ളത് ഇങ്ങനെ തട്ടായിട്ട് ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ പോലെയാണ്. ആദ്യം ബേസ് നല്ലതായിട്ട് ഇങ്ങനെ സ്ട്രക്ചർ ആയിട്ടാണ് വരുന്നത്. സാറ് ചില കോഡ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. പണ്ട് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ മോഹൻലാൽ ഉണ്ടായിരിക്കും, നടിയായിട്ട് മഞ്ജു വാര്യർ ഉണ്ടായിരിക്കും. ഉണ്ടായിരുന്നില്ല, ലൂസി തമ്മിൽ ഇല്ലേ? അപ്പൊ പൃഥ്വിരാജ് അല്ലേ മോഹൻലാലിനെ വിളിച്ചേ? അല്ലേ? അപ്പൊ ബ്രോഡിയെ ബ്രാഡി വിളിച്ചു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ രാവിലെ വന്നതിൽ നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുമല്ലോ ക്ലാസ്സിൽ വന്ന സമയത്ത്. അതിൽ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെയാണ് ക്ലാസ് ഉണ്ടായിരുന്നത്. അത് നമുക്ക് ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റില്ല, പക്ഷേ സാറ് ചില കോഡ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആയിരുന്നു. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. കാരണം നമ്മൾ ആ ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ഉറക്കൊന്നും വരാതെ നമ്മളതിൽ കോൺഷ്യസ് ആയിട്ട് തന്നെ നമ്മൾ അപ്പം തന്നെ സാറ് നമ്മളെ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. അങ്ങനെ വീണ്ടും വീണ്ടും സാറ് റിമൈൻഡ് ചെയ്യും. ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ ആ ക്ലാസ്സിൽ തന്നെ ലൈവായിട്ട് ആക്റ്റീവായിട്ട് തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റും. നല്ല അടിപൊളി ക്ലാസ്സാണ്. എയ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ടീച്ചേഴ്സ്, ചേച്ചിമാരാണെങ്കിൽ പ്രിൻസിപ്പാൾ എല്ലാവരും നമുക്ക് സപ്പോർട്ടീവാണ്. റീഡിങ്ങിന് ഇവിടെ നല്ല സൗകര്യം തരുന്നുണ്ട്. പിന്നെ ഫുള്ള് നല്ല ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. എല്ലാം കൊണ്ടും നല്ല അഭിപ്രായം. പിന്നെ നമ്മുടെ ടോട്ടൽ ബാച്ചിനെ പറ്റിയിട്ട് എന്താ അവസ്ഥ? ഇന്നത്തെ ക്ലാസ്സിന് മാത്രമല്ല, ടോട്ടൽ ക്ലാസ്സുകൾ. അതന്നെ, ഞാനിപ്പോൾ ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിൽ നമുക്ക് വരുന്ന ഫാക്കൽറ്റിയൊക്കെ നല്ല ക്ലാസ്സാണ്. നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും ഏത് പാതിരക്ക് വേണമെങ്കിലും അവർ പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത്. പിന്നെ നല്ല ക്ലാസ്, പിന്നെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലും അല്ലാതെയും ഡീപ്പായിട്ടും അവർ ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ല പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ. ഇപ്പോൾ വീട്ടിൽ നിന്ന് പഠിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ എല്ലായിരിക്കും ഇവിടെ എത്തുമ്പോൾ. നമ്മൾ ചുറ്റിനും എല്ലാവരും പഠിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോയാൽ നമ്മൾ പെട്ടെന്ന് എണീറ്റ് അവൾ പഠിക്കുകയാണല്ലോ വിചാരിച്ച് നമ്മൾ വീണ്ടും പഠിക്കും. അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയർ, വളരെ ഇഷ്ടപ്പെട്ട ഒരു കോച്ചിങ് സെൻ്ററാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ ഇവിടെ പഠിക്കുന്ന കുട്ടിയല്ല, അപ്പം അറിഞ്ഞു വന്നതാണ്. നല്ല എഫക്റ്റീവ് ക്ലാസ് ആയിരുന്നു. കറണ്ട് അഫയേഴ്സ് ഞാൻ കരുതിയ പോലെ എല്ലാ ഏരിയയിലൂടെയും കവർ ചെയ്തിട്ടുണ്ട്. നല്ല ക്ലാസ്സുകൾ. ഞങ്ങൾ സോഷ്യലായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ ക്ലാസ് കംപ്ലീറ്റ് ആയി. ഞങ്ങൾ ഫസ്റ്റ് ബാച്ചായിരുന്നു. നല്ല ക്ലാസ്സുകളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. നല്ല പോയിൻറ്റ്സ് ഒക്കെ നല്ലോണം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഇതിന് മുന്നേ ഈ സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് പിന്നെയും കിട്ടിയതാണ്. നല്ല ക്ലാസ് ആയിരുന്നു മൊത്തത്തിൽ. നല്ല ക്ലാസ്സായിരുന്നു. ഞാൻ ഇതുവരെ കറണ്ട് അഫെയർ വല്ലാതെ നോക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് മാക്സിമം എല്ലാ ഭാഗത്തുനിന്നും ഏതൊക്കെ ഭാഗമാണ് നോക്കേണ്ടതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയത് ഈ ക്ലാസ്സിലൂടെയാണ്. പിന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. തീരെ ബോറടിപ്പിച്ചിട്ടില്ല, തീരെ ലാഗില്ലായിരുന്നു. ഇന്നത്തെ ക്ലാസ് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. നമുക്ക് സെക്കൻഡ് ടൈമാണ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലാസ്സും പോരാന്നുള്ളതാണ്. കാരണം അത്രയും ഉഷാറായിരുന്നു സാറ്. ഓരോ ടോപ്പിക്സ് എടുക്കുന്നത് നമുക്ക് ഇനി ഒന്നും റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ക്ലാസ്സോട് കൂടി നമ്മളത് പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഇവിടുത്തെ ഇത് പറയുകയാണെങ്കിൽ റീഡിങ് സൗകര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത്. കാരണം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇപ്പം HSAക്ക് വേണമെങ്കിൽ HSAക്ക് സെപ്പറേറ്റ് റൂം തരുന്നുണ്ട്. എക്സാം അടുപ്പിച്ച് സെപ്പറേറ്റ് റൂം, സിംഗിൾ റീഡിങ്ങിന് സെപ്പറേറ്റ് റൂം, കമ്പൈൻ സ്റ്റഡിക്ക് സെപ്പറേറ്റ്. ഇത്രയും സൗകര്യങ്ങളൊന്നും എവിടെയും കണ്ടിട്ടില്ല, ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ അത് എസിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സായാലും പിന്നെ പ്രിൻസിപ്പൾ, പിന്നെ അതുപോലെ ഇവിടുത്തെ ചേച്ചിമാർ എല്ലാവരും എടുത്ത് പറയേണ്ടതാണ്. എല്ലാവരും നമുക്ക് പഠിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള അറ്റ്മോസ്ഫിയർ ഒരുക്കി തരുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഇവിടെ റീഡിങ്ങിന് വരുമ്പം ചിലപ്പോൾ നേരത്തെ എത്തും. അപ്പോൾ ചേച്ചി ഓടി വന്നിട്ട് ഫസ്റ്റിന് റീഡിങ് റൂം തുറന്നു തരാം. ഇപ്പോൾ ഇവിടെ ബാക്കിയുള്ള ഓഫീസൊക്കെ തുറക്കുന്നതിൻ്റെ മുന്നേ ഫസ്റ്റ് റീഡിങ് റൂമൊക്കെയാണ് വരിക തുറന്നു തരാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ കൂടി അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. നമ്മൾ പഠിക്കട്ടെ, ആ ഒരു അറ്റ്മോസ്ഫിയർ ഒരുക്കി തരാനും എല്ലാത്തിനും നല്ല ഇതാണ്. പിന്നെ ടീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ ടീച്ചേഴ്സും ഇവിടെ വന്ന എല്ലാ ഫാക്കൽറ്റീസും നല്ല രീതിക്ക് നമ്മളെ അവർക്കും കൂടി ഒരാവശ്യമാണ്. നമ്മൾ പഠിക്കണം, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ എത്തണം, ജോലി നേടണം എന്നുള്ളതിൽ. പിന്നെ അതേപോലെ മെറ്റീരിയൽസിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ മെറ്റീരിയൽസ് ചോദിക്കുമ്പം എല്ലാത്തിനും നമുക്ക് മെറ്റീരിയൽസ് തരലുണ്ട്. ഒന്നിനും യാതൊരു വിധത്തിലുള്ള നോ പറയലില്ല ഇവിടെ നിന്ന്. അതുകൊണ്ട് തന്നെ ഒരു കുന്ന് മെറ്റീരിയൽസ് ഉണ്ട് നമുക്ക്.
പഠിക്കാനായിട്ട് ഒരുപാട് എല്ലാ ഫെസിലിറ്റീസും ഓരോ എക്സാംസ് നമുക്ക് മോഡൽ എക്സാം നടക്കുന്നുണ്ട്, ടോപ്പിക് എക്സാം നടക്കുന്നുണ്ട്. ഇപ്പം എക്സാമിനോട് അടുപ്പിച്ച് ഇപ്പം മൊഡ്യൂൾ എക്സാം നടക്കുന്നുണ്ട്. അപ്പം എല്ലാ ആഴ്ചയും നമുക്ക് എക്സാം, നമ്മൾ സൺഡേ ബാച്ച് ആയതുകൊണ്ട് നമ്മൾ എല്ലാ സൺഡേസിലും എക്സാം നടക്കുന്നുണ്ട്, പല വിധത്തിലുള്ള എക്സാം നടക്കുന്നുണ്ട്. അത് നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട്, കാരണം ഫസ്റ്റായിട്ട് PSC എക്സാം എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്ത് OMR എങ്ങനെ ബബിൾ ചെയ്യണം ഇതൊന്നും അറിയില്ലല്ലോ. അപ്പം അതിനൊക്കെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള നിലക്ക് പിന്നെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു കറണ്ട് അഫെയർ ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ ഞങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കിട്ടിയ ക്ലാസ്സായിരുന്നു. നല്ല ക്ലാസ്സായിരുന്നു. ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് വന്നത്. നല്ല രീതിയിൽ ജനറൽ നോളജ് കറണ്ട് അഫെയർസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റി. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ സാർ പറഞ്ഞു തന്നു. നല്ല ഉപകാരപ്രദമായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. നമുക്കുണ്ടായിരുന്ന കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ് മിസ്സായിരുന്നു, അതിൻ്റെ ഒരു വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ക്ലാസ് കിട്ടിയപ്പോഴത്തേക്കും അത് ടാലിയായി. ഒരു കുറച്ച് തറവായിട്ട് പഠിപ്പിച്ചു പോകുന്നൊരു സ്റ്റൈലാണ്. എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട്. നിലവിൽ SS-ൻ്റെ എക്സാം കുറച്ച് ലേറ്റായിട്ടാണ്, അതുകൊണ്ട് ഇവിടെ കറക്റ്റ് പേസിലാണ് പോകുന്നതെന്ന് തോന്നുന്നു. നിലവിൽ ഓക്കെയാണ്. എനിക്ക് മെയിൻ സബ്ജക്റ്റുകളെല്ലാം സാമാന്യം നല്ല ക്ലാസ്സുകൾ നമുക്ക് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് നമുക്ക് ക്ലാസ് കുറച്ചുകൂടെ ആവുന്നതേ ഉള്ളൂ സോഷ്യൽ സയൻസിന്. അപ്പോൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് നമുക്കിനിയാണ് മേജർ ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ അതുകൂടെ കിട്ടിയതിന് ശേഷം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇന്നത്തെ ക്ലാസ് അടിപൊളിയായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിന് ഇരുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ നല്ല ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല ക്ലാസ്സായിരുന്നു. നമുക്കെന്ന് വെച്ചാൽ ഒരുപാട് കോഡുകളോട് മാഷ് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത് വീണ്ടും വീണ്ടും പിന്നെ റിപ്പീറ്റേഷനും കൂടുതലാണ്. അത് നല്ല ക്ലാസ്സായിരുന്നു, മറക്കാൻ പറ്റില്ല. എന്തിനൊക്കെ ടച്ച് ചെയ്ത് കണ്ടാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നല്ല ക്ലാസ്സായിരുന്നു. കുറേ എക്സാമുകളൊക്കെ നടത്തിയോണ്ട് കുറേ ഭാഗങ്ങളൊക്കെ റിവൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ എല്ലാ ക്ലാസ്സുകളും നല്ല ക്ലാസ്സായിരുന്നു. എല്ലാ ക്ലാസ്സുകളും നല്ലതായിരുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഇതുപോലത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളൊക്കെ രണ്ടും നല്ല യൂസ്ഫുൾ തന്നെയായിരുന്നു. അതാണ് അതിപ്പോൾ നമ്മൾ ഇവിടുന്ന് പഠിച്ചിട്ട് പോകുന്ന പോലെയാണ്. ഇപ്പം ഏകദേശമൊക്കെ പഠിച്ചിട്ട് തന്നെയാണ്. നല്ല മികച്ച ക്ലാസ്സായിരുന്നു. നമുക്കുള്ള കോൺസെപ്റ്റ് നേരെ മനസ്സിലായതുകൊണ്ട്, അതായത് സംഗതികളൊക്കെ നേരെ മനസ്സിലായതുകൊണ്ട് നമുക്ക് പരീക്ഷ എഴുതാൻ ഈ ക്ലാസ് മാത്രം കേട്ടാൽ മതി. അതുകൊണ്ട് തന്നെ നമുക്ക് പരീക്ഷ എഴുതാം. പിന്നെ പ്രത്യേകം പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമോ ഒന്നുമില്ല. ഞാൻ നോട്ടും കൂടി ഒന്ന് വായിച്ചാൽ, സാർ തന്ന നോട്ടും കൂടി ഒന്ന് വായിച്ചാൽ കറക്റ്റാവും. ഓക്കെ. ഞാൻ HSS സോഷ്യൽ സയൻസ് ആണ്. അപ്പോൾ ക്ലാസ്സുകൾ കുറച്ച് ആയിട്ടുള്ളൂ. ഇതുവരെ ഉഷാറാണ്. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സൊക്കെ വളരെ ഉഷാറാണ്. ക്ലാസ് മാത്രം മതി. ജോഗ്രഫിയൊക്കെ ബേസ് നല്ല അടിപൊളിയാക്കിയിട്ടാണ്, അതിൻ്റെ മേലെയാണ് മറ്റുള്ളത് ഇങ്ങനെ തട്ടായിട്ട് ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ പോലെയാണ്. ആദ്യം ബേസ് നല്ലതായിട്ട് ഇങ്ങനെ സ്ട്രക്ചറായിട്ടാണ് വരുന്നത്. അടിപൊളിയാണ് ക്ലാസ്സുകൾ. ഹിസ്റ്ററി അതുപോലെ തന്നെയാണ്. ഹിസ്റ്ററി ക്ലാസ് എല്ലാവർക്കും ഹിസ്റ്ററി എന്ന് കേൾക്കുമ്പോൾ മടുപ്പുണ്ടാവും. പക്ഷേ ഇത് മടുപ്പില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് വൈകുന്നേരം വരെ ഒരു സമയം പോലും ഉറക്കം വരാതെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കാൻ കഴിയുന്നുണ്ട്. വളരെ നല്ല ക്ലാസ്സാണ് ഹിസ്റ്ററിൻ്റെ. എക്സാംസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. എക്സാംസ് എഴുതുമ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ PSC പരീക്ഷകൾ എഴുതിയിട്ട് വളരെ കുറവാണ്. 2024 B.Ed കഴിഞ്ഞ്. അപ്പോൾ ഇവിടുത്തെ ഓരോ പരീക്ഷകളും ശരിക്കും ഒറിജിനൽ PSCൻ്റെ ആ സ്ട്രക്ചറിൽ നടക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതലേറെ അനുഭവങ്ങളാണ്. അത് കഴിഞ്ഞിട്ടുള്ള പേപ്പർ ഡിസ്കഷൻ ആണെങ്കിലും അത് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഏത് ഭാഗങ്ങളിലാണ് ക്വസ്റ്റ്യന് കേന്ദ്രീകരിക്കുന്നത്, എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം, അങ്ങനെ കൃത്യമായ ഒരു അനാലിസിസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് HSAക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച വിമൺ പോലീസ് കോൺസ്റ്റബിളിൻ്റെ എക്സാം എഴുതിയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു മിനിമം ഒരു 6 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ അടുപ്പിച്ച് അറ്റൻഡ് ചെയ്ത ഒരു 2 ക്ലാസ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, അതേപോലെ ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ആ 2 ക്ലാസ്സിൽ നിന്നുള്ള ഒരു മിനിമം 6 ക്വസ്റ്റ്യൻസ് എങ്കിലും ആ എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ ആ ഒരു 2 ക്ലാസ്സിൽ നിന്ന് അത്രയും ക്വസ്റ്റ്യൻസ് വന്ന സ്ഥിതിക്ക് ഇവിടെ നമ്മൾ ഇത്രയും കാലമായിട്ട് പ്രിപ്പയർ ചെയ്യണമല്ലേ. അപ്പോൾ എക്സാം പോയിന്റ് വ്യൂവിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ എക്സാമിനും വരിക എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല ക്ലാസ്സുകളാണ്. ടീച്ചേഴ്സാണെങ്കിലും നല്ല ടീച്ചേഴ്സാണ്. എല്ലാവരും പേരെടുത്ത് പറയാൻ പറ്റില്ല, എല്ലാവരും വന്നവരൊക്കെ അത്രയും നല്ല എക്സ്പേർട്ടായിട്ടുള്ള, നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ലാതെ നമ്മൾക്കിപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ള രീതിയിലല്ലാതെ തന്നെ ഒരു ടോപ്പിക്കിൽ ഡീപ്പായിട്ടുള്ള ഏതൊരു ലെവലിൽ ആ സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് എല്ലാ ടീച്ചേഴ്സും വരുന്ന എല്ലാ ടീച്ചേഴ്സും എടുക്കാറുള്ളത്.